ഏറ്റവും ബഹുമാനമാദരം നിറഞ്ഞ സ്ഥലം കത്തി ബഹുമാനപ്പെട്ട മദനിസ്തവറുകൾ, അതേപോലെ തന്നെ കമ്മിറ്റി ഭാരവാഹികൾ, ഉദ്യോഗസ്ഥന്മാർ. കർണാടകയിൽ ആദ്യമായി സമസ്ത നേരിട്ട് നടത്തുന്ന സിലബസായ SNECയുടെ ഒരു സ്ഥാപനം കർണാടകയിലെ സുള്യ താലൂക്കിലെ അജ്ജാവരയിൽ വരികയാണ്. ആ ഒരു സ്ഥാപനം ഒരുപാട് ആൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ഥാപനം നമ്മുടെ കർണാടകയിലും കേരളത്തിലുണ്ടെങ്കിലും പെൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള ഒരു സ്ഥാപനം നമ്മുടെ കർണാടകയിൽ എവിടെയുമില്ല. ആ ഒരു വിടവ് നികത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടെ സുള്യ താലൂക്കിലെ അജ്ജാവരയിൽ ഒരു വലിയൊരു ക്യാമ്പസ്, ഏകദേശം 3 കോടി രൂപ ചെലവിട്ട് വലിയൊരു ക്യാമ്പസ് നിർമ്മിക്കാൻ പോവുകയാണ്. അതിൻ്റെ കുറ്റിയടിക്കൽ കർമ്മം നമ്മുടെയൊക്കെ ആവേശമായ സയ്യിദ് ഗിഫ്രി മുത്തുക്കോയത്തങ്ങൾ കഴിഞ്ഞ മെയ് 16-ാം തീയതി നിർവഹിച്ചു. കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമസ്തയുടെ പ്രവർത്തനം വ്യാപിച്ചു കിടക്കുന്നത് നമ്മുടെ കർണാടകയിലാണ്. അപ്പോൾ ആ കർണാടകയിൽ പെൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനൊരു സ്ഥാപനം ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് ഏറ്റവും വലിയ പോരായ്മയായി കണ്ട് അതിനെ പരിഹരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു സ്ഥാപനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കർണാടക നിവാസികളായ ഈ നാട്ടുകാർ, പ്രത്യേകിച്ച് സോമന്തടുക്ക എന്ന് പറയുന്ന ഈ നാട്ടുകാർ, സമസ്തയെ എന്നും സ്നേഹിക്കുന്ന, സമസ്തയുടെ പ്രവർത്തനങ്ങളെ നെഞ്ചേറ്റുന്ന ഈ നാട്ടുകാർ ഇൻഷാ അല്ലാഹ് ഈ ഒരു സംരംഭവുമായി നിങ്ങളും സഹകരിക്കണം. കാരണം സമസ്തയുടെ ഒരു സ്ഥാപനമാണ്, പെൺകുട്ടികൾക്ക് ആദ്യമായി പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇങ്ങനൊരു ക്യാമ്പയിൻ ഇവിടെ നടത്താൻ വേണ്ടി ഇവിടെ അവസരം തന്ന ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ്, നിങ്ങൾക്ക് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഏകദേശം 1500 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് ഇതിന് കണക്കാക്കുന്നത്. 20,000-ഓളം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വലിയൊരു ബിൽഡിംഗാണ് അവിടെ നിർമ്മിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മഹലിൽ നിന്നും ഒരുപാട് സ്ക്വയർ ഫീറ്റുകൾ കണക്ക് തന്ന് ഈ ഒരു ക്യാമ്പയിൻ, ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ക്യാമ്പയിൻ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓരോ മഹല്ലുകളിലേക്കും ചെന്ന് ഈ ഒരു സന്ദേശം എത്തിക്കുകയും അവരുമായി ഇത് ഷെയർ ചെയ്യുകയും ഇതിൻ്റെ ആവശ്യകത മനസ്സിലാപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ സോമന്തടുക്ക് എന്ന് പറയുന്ന ഈ മഹല്ലുകാർ നമ്മുടെ ഈ കർണാടകയിൽ ആദ്യമായി നടത്തുന്ന സമസ്തയുടെ സംരംഭത്തെ നെഞ്ചേറ്റി സ്നേഹിക്കുമെന്നും അതേപോലെ തന്നെ പരിപൂർണമായ പരിഗണന നൽകുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ അള്ളാഹു ഈ ഒരുമിച്ചുകൂടൽ അവൻ്റെ നാളെ പാരിത്രിക ലോകത്ത് വലിയൊരു അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ പള്ളിയുടെ ചുറ്റുമാണ് മറപ്പെട്ട് കിടക്കുന്ന എല്ലാ കബറാളികൾക്കും നമ്മൾ ചെയ്യുന്ന നന്മകളുടെ നിഫിൽ സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ്, ബഹുമാനപ്പെട്ട മദനി ഉസ്താദിന് ദീർഘായുസും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾക്ക് അള്ളാഹു ഈ പള്ളിയെ നല്ല നിലക്ക് നയിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.